അവരെന്ത് തെറ്റ് ചെയ്തു? നല്ല ചോദ്യം. ഗുഡ് ക്വസ്റ്റ്യൻ. പ്രേമേച്ചി ചെയ്ത തെറ്റെന്താണെന്നറിയോ? സിദ്ധുവും ദേവികയും തമ്മില് കല്യാണം കഴിക്കുന്നത് സമ്മതിക്കില്ലാന്ന് അവർ ശപഥം ചെയ്തിരുന്നു. എന്നിട്ട് എവിടെ പോയി ആ പ്രതിജ്ഞ? അത് നീ നിർബന്ധിച്ചോണ്ടല്ലേ, നീ പറഞ്ഞോണ്ടല്ലേ അവർ ഈ കല്യാണത്തിന് സമ്മതം മൂളിയത്. എന്നുവെച്ചാ സ്വന്തമായിട്ടൊരു അഭിപ്രായം അവർക്കില്ലെന്നാണോ? അങ്ങോട്ട് പോവാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോവും, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും മനസ്സ്. അങ്ങനെയുള്ളവർക്ക് പണിഷ്മെന്റ് കിട്ടും. അതാണ് ഞാനിപ്പോ ചെയ്യുന്നത്. പിന്നെ സിദ്ധു വക്കീലിനെ നോവണമെങ്കില് ചെയ്യേണ്ടത് അത് തന്നെ. സിദ്ധുവിന്റെ സ്വന്തക്കാർക്ക് നോവണം. പ്രേമയ്ക്ക് കൊണ്ടാലേ സിദ്ധുവിന് കൊള്ളും, അച്ഛന് കൊണ്ടാ മോന് കൊള്ളും, ദേവിക്ക് കൊണ്ടാലും അയാൾക്ക് നോവും. അതാണടി എന്റെ ലൈൻ. നേരിട്ടും ആക്രമിക്കും, കൂടെയുള്ളവരെ ആക്രമിക്കും. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊരു സാമ്പിൾ മാത്രം. ഒറിജിനൽ വെടിക്കെട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഹോ, എന്നാലും ഇങ്ങനൊരു ചതി പറ്റൂന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആട്ടിൻതോലിട്ട ചെന്നായെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് അതിലും വലുതാ. വിളയക്ഷിയാ, വടയക്ഷി. അതാണ് ശരി, യക്ഷി. നമ്മുടെ എല്ലാവരുടെയും ചോര ഊറ്റി കുടിച്ചാലേ ആ യക്ഷിക്ക് തൃപ്തിയാവും. എല്ലാത്തിനും പ്രേമേ പറഞ്ഞാൽ മതിയല്ലോ.